എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുലാമാസം തുടങ്ങിയതുള്ളൂ, അതിനിടയ്ക്ക് എല്ലായിടവും മഴയായല്ലേ. എനിക്ക് വയ്യ കേട്ടോ, ഭയങ്കര ജലദോഷമാണ്. ഇടയ്ക്ക് മഴയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജലദോഷം ആയതാണ്. പിന്നെ രാവിലെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിന്ന് പുട്ടും കടലക്കറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചീഞ്ചട്ടിയിൽ തന്നെയാണ് ചൂടാക്കിയത്. പിന്നെ അതിൽ തന്നെ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു പാത്രത്തിലാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അതും കൂടെ അഴുക്കാവുമല്ലോ. അതുമല്ല, ഇതിൽ വെച്ച് തന്നെ അങ്ങ് നനച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കൂടുതൽ പാത്രങ്ങൾ മാക്സിമം എടുക്കാതിരുന്നാൽ നമുക്ക് കഴുകുന്നതിൻ്റെ ആ ഒരു ജോലി അങ്ങ് കുറഞ്ഞു കിട്ടും. അതിനിടയ്ക്ക് എനിക്ക് ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു ഉപ്പിൻ്റെ പാക്കറ്റ് എടുത്ത് ഞാൻ ഇതിലേക്ക് തട്ടി നിറച്ചിട്ടുണ്ട്. ഉപ്പിൻ്റെ ആ ബോട്ടിൽ ഞാൻ 2-3 ദിവസത്തിന് മുമ്പേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കഴുകേണ്ട കാര്യമില്ല, ക്ലീനായിരിക്കുകയാണ്. പിന്നെ ഉപ്പൊക്കെ തട്ടി അങ്ങ് അടച്ച് അങ്ങ് വെച്ചു. മാവിൽ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിന് നനച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കടല വേകാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 8 വിസിൽ കേൾക്കുന്നവരെ ഞാൻ അടുപ്പത്ത് ഒന്ന് വെച്ചേക്കും. എന്നാൽ മാത്രമേ അത് നല്ലവണ്ണം വെന്ത് കിട്ടാറുള്ളൂ കേട്ടോ. എൻ്റെ കുക്കറിലായതുകൊണ്ടാണോ എന്നറിയില്ല, 3 വിസിലിൽ വേകാറില്ല കേട്ടോ. പിന്നെ ഞാനിതാ പുട്ടുക്കുടമൊക്കെ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പുട്ടുകുഴലെടുത്തിട്ട് അതിൻ്റെ അകത്തായിട്ട് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ചില്ലില്ലായിരുന്നു കേട്ടോ. അവിടെ എല്ലായിടവും നോക്കി, അതിൻ്റെ അകത്ത് മുഴുവനും നോക്കി കേട്ടോ. അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു. എവിടെ പോയെന്ന് ഒരു നിശ്ചയമില്ല. പാത്രമൊക്കെ കഴുകി വെച്ചപ്പോഴത്തേക്ക് എവിടെ ആയിപ്പോയിട്ടുള്ളതാണ്. എൻ്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ നോക്കലൊക്കെ അങ്ങ് മതിയാക്കി. പഴയ ഒരു പുട്ടുകുഴലുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചില്ലെടുത്ത് ഞാൻ ഇട്ടു. അതുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് പുട്ട് കൊഴുക്കട്ട ആയേനെ. അങ്ങനെ ഞാൻ മാവ് കോരി വെച്ചുകൊണ്ടിരിക്കും. ഇവിടെ മക്കൾക്കൊന്നും പുട്ടിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്നും ദോശയും അപ്പവും ഒക്കെ ആയാലും ഒരു ചേഞ്ചൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഇന്ന് പുട്ടാക്കിയതാണ്. പിന്നെ ഞാൻ അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തൊക്കെ കിടക്കുന്ന കുറച്ച് പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളയുകയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുടച്ച് കളഞ്ഞ് കൗണ്ടർ ടോപ്പിൻ്റെ പുറം നല്ല നീറ്റായിരിക്കും. കടല വേവിച്ചെങ്കിലും അതിൽ ഞാൻ ഉള്ളി ഇട്ടിട്ടില്ലായിരുന്നു. ഇനി വേണം വഴറ്റിയിടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു പാത്രം വച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് എണ്ണയും ഒഴിച്ച് കടുവും ഇട്ടിട്ട് ഇനി വെളുത്തുള്ളിയാണ് അത് ചതച്ചുകൊണ്ടിരിക്കുന്നത്. വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം കടല വേവിച്ച് വെച്ചിരിക്കുന്നതിന് എടുത്ത് തട്ടി കുറച്ച് അരപ്പും ഇട്ട് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ഇനി വാങ്ങി വെച്ചാൽ മതി. ഉള്ളി വഴറ്റാൻ നേരത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കടലയിൽ ഞാൻ ഉപ്പിട്ടല്ല വേവിച്ചത്. അതിനിടയ്ക്ക് ഞാൻ പുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പുട്ട് നീക്കിയിട്ടിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് വീണ്ടും വാരി വയ്ക്കുകയാണ്. നല്ല തൊണ്ടവേദന ഉള്ളത് കാരണം നല്ല ചൂട് കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ രാവിലെ ഒരു കട്ടൻ കൂടി പതിവുള്ളതാണ്. മാവ് ഒഴിച്ചപ്പോൾ കുറച്ച് ഡ്രസ്സിൽ വീണിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തട്ടിക്കളയുകയാണ്. അല്ലെങ്കിലും പാചകം ചെയ്തതിൻ്റെ കുറച്ച് അടയാളങ്ങൾ നമ്മുടെ ഡ്രസ്സിലുണ്ടാവുമല്ലോ. ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി പൊടിയിട്ട് കൊടുക്കണം. ഉള്ളി ഒരു അറ്റത്ത് ഒതുക്കി വെച്ചിട്ട് അവിടെയാണ് ഞാൻ പൊടിയിട്ട് കൊടുക്കുന്നത്. കാരണം വേറൊരു പാത്രം എടുത്ത് ചീത്തയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതിന് ഒരു അറ്റത്ത് ഒതുക്കി വെക്കും. എന്നിട്ട് ആ നടുഭാഗത്തുണ്ടല്ലോ അവിടെ ഇങ്ങനെ അതിലുള്ള എണ്ണ ഇങ്ങനെ ഊറി വരും. അവിടേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം ഈ ഉള്ളിയും കൂടെ എടുത്ത് ഒരുമിച്ച് ഇങ്ങനെ തട്ടി ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. കടല വേവിച്ചതിനുള്ള വെള്ളവും കൂടെ ഞാൻ അതിനോടൊപ്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കടല ഞാൻ കുറേയൊക്കെ നല്ലവണ്ണം ഉടച്ചെടുക്കാറുണ്ട് കേട്ടോ. ഉടച്ചെടുക്കുന്നത് ഈ കറിക്ക് നല്ല കട്ടി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉടച്ചെടുക്കുമ്പോഴത്തേക്കും കറി നല്ല കുറുകി വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ പുറത്തു കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചീനിയമ്പരൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് തോരനാക്കണം. കാപ്പി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് തന്നെയാണ് ഞാൻ ഇതൊക്കെ അരിഞ്ഞെടുത്തത്. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞ് വെന്തതിന് ശേഷം അരപ്പിട്ട് കൊടുക്കണം. അതിനിടയ്ക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെടുത്ത് വയ്ക്കുകയാണ്. അപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴും കഴുകി വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്. ഇനി ബാക്കി പുട്ട് കഴിച്ചതിൻ്റെ ആ പുട്ടുക്കുടവും പിന്നെ പുട്ടുക്കുഴലും ഒക്കെ ഒന്ന് കഴുകി അതിൽ തന്നെ അങ്ങ് വച്ചിരുന്ന വെള്ളം തോന്നിരിക്കും. പിന്നെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി.
ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പാചകം തീരുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ അടുക്കള ജോലിയും കംപ്ലീറ്റ് ആവും കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ അമരയ്ക്ക വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അരപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ ഇട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കസേരയിൽ വന്ന് ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങളുടെ പൂച്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂച്ചയുടെ അടുത്താണ് ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കേക്ക് എടുത്ത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. അപ്പോഴത്തേക്ക് അത് വന്നു. അതിനും കുറച്ച് ഇട്ട് കൊടുത്തു. കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ഇട്ട് കൊടുത്തത് അതിന് വേണ്ട. പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു. ഒരു ഉടച്ചുകറിയും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. വാഴയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പയറുകൂടെ ഇട്ട് ഒന്ന് ഉടച്ചുകറിയായിട്ട് വയ്ക്കണം. ഇത് ഉടച്ചുകറിയെന്നും എരിശ്ശേരിയെന്നും പറയാറുണ്ട്. കുറച്ച് വെള്ളമൊഴിച്ച് അതവും കൂടെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെയൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. അതവിടെ സിറ്റൗട്ടിലൊക്കെ ആദ്യം അടിച്ചു വാരുകയാണ്. അവിടെ ഒന്ന് തൂത്തിട്ട് ഒന്ന് തുടച്ചിടണം. സിറ്റൗട്ടും കിച്ചണും ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തുടച്ചിടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ അവിടെയാണല്ലോ കൂടുതൽ അഴുക്കാവുന്നത്. രാവിലെ തന്നെ തുടച്ചിട്ടാൽ പിന്നെ ആ ജോലിയും കഴിയും. ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലും വൃത്തിയായിട്ടങ്ങ് കിടന്നോളും. അതിനനുസരിച്ച് ഞാൻ കിച്ചണിലേക്ക് വന്നു. അവിടെ പയറും നമ്മൾ വാഴയ്ക്കൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഉടച്ചെടുത്തിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അങ്ങനെ വന്ന് ഇവിടെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വച്ചേക്കുകയാണ്. ഒന്ന് തിളച്ചിട്ട് വാങ്ങി വെച്ചാൽ മതി. ഇനി കടുവറുത്തെടുക്കണം. ഒരടുപ്പ് ഞാൻ ചോറിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ റൂമും ഹാള് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.